ഞാൻ ഡോക്ടർ ഫാത്തിമ സഹല, യുനാനി കൺസൾട്ടന്റ്, മിസ്രിയ ഹെൽത്ത് കെയർ. പലപ്പോഴും ഒ പിയിൽ വന്നിട്ട് പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഡോക്ടർ എനിക്ക് പൈൽസ് ആണ്. അപ്പം നമ്മൾ ചോദിക്കും പൈൽസ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളെന്ന്. ശോധനയ്ക്ക് ശേഷം ഭയങ്കര വേദനയാണ്, 2-3 മണിക്കൂറൊക്കെ ആ വേദന അതേപോലെ ഉണ്ടാവും, തീരെ സഹിക്കാൻ പറ്റുന്നില്ല, ബ്ലീഡിങ്, ചെറിയ തരത്തിലുള്ള ബ്ലീഡിങ്ങും കാണുന്നുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ നോക്കുന്ന സമയത്താവും മനസ്സിലാവുക ഇത് പൈൽസ് അല്ല, ഫിഷർ ആണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ പൈൽസും ഫിഷറും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ ഈ ഫിഷറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, പൈൽസിന്റെ കാരണങ്ങൾ തന്നെയാണോ ഫിഷറിനുള്ളത്, ഈ ഫിഷർ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഫിഷർ മാറിക്കിട്ടുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. യഥാർത്ഥത്തിൽ എന്താണ് പൈൽസ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അതായത് നമ്മുടെ ആനൽ റീജിയന്റെ മലദ്വാരത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന വെയിൻസിൽ സ്വെല്ലിങ് വരിക, അല്ലെങ്കിൽ അത് വീർത്ത് പോകുന്ന ഒരു കണ്ടീഷൻ. അതായത് നമ്മുടെ വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടാവില്ല കാലിൽ, അതുപോലെ ആ ഭാഗത്തുള്ള വെയിൻസിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിന് ആണ് യഥാർത്ഥത്തിൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ വെയിൻസ് പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ അത് ബ്ലീഡിങ് പൈൽസ് ആയിട്ട് നമ്മൾ പറയും. ശരിക്കും വേദന വളരെ കുറഞ്ഞ ആളുകളിൽ മാത്രമേ പൈൽസിന്റെ കേസിൽ വേദന ആയിട്ട് കാണപ്പെടാറുള്ളൂ. വേദന ഉണ്ടാവാറില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഫിഷറിന്റെ കേസിൽ അങ്ങനെയല്ല. ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ ആനൽ റീജിയണിന്റെ ഭാഗത്തുള്ള സ്കിന്നിൽ എന്ത് ചെയ്യുക, ഒരു ടിയർ ഉണ്ടാവുക, അതായത് മുറിവ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതായത് ശോധന കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ വരെ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും. പലരിലും ഈ പൈൽസും ഫിഷറും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, സഹിക്കാൻ പറ്റാത്ത അത്ര വേദന ഉണ്ടാവും. ഈ ഫിഷർ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഉണ്ടാവുന്ന മുറിവാണെന്ന് പറഞ്ഞല്ലോ, ഇത് ഇത്രത്തോളം വേദന വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ആനൽ റീജിയന്റെ ഭാഗത്തുള്ള മസിൽസ് ഭയങ്കര സ്ട്രോങ് ആണ്. ഈ മസിൽസിനോട് ചേർന്ന് നിൽക്കുന്ന സ്കിന്നിനും അതേപോലെ തന്നെ ആ മസിൽസിനും ടിയർ സംഭവിക്കും. അപ്പോഴാണ് നമുക്ക് ഇത്ര അധികം വേദന വരുന്നത്. ഈ മസിൽസ് നമുക്കറിയാം ഭയങ്കര സ്ട്രോങ് ആവണം, അതായത് എപ്പോഴും കൺട്രാക്ട് ചെയ്തിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഉറങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിലാണെങ്കിലോ ഒന്നും ഇത് റിലാക്സ് ആകാൻ പറ്റില്ല. നമ്മൾ എപ്പോഴാണോ ടോയ്ലറ്റിൽ പോകുന്നത് അപ്പം മാത്രമേ എന്തിനും റിലാക്സ് ആവാൻ പറ്റുക. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈ മസിൽസ് വരുന്ന ടിയർ നമുക്ക് നല്ല പെയിൻഫുൾ ആയിട്ട് അനുഭവപ്പെടും. അതേപോലെ തന്നെ മലത്തിലൊക്കെ നമുക്ക് ബ്ലഡ് കാണാൻ പറ്റും. ഇതേപോലെ വേറൊരു കാര്യം, ഇതിൽ സ്കിൻ ടാഗ്സ് കാണാൻ പറ്റും. നമുക്ക് മലദ്വാരത്തിന്റെ ഭാഗത്ത് സ്കിൻ ടാഗ്സ് കാണാം. ഇതാണ് പൈൽസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ പലപ്പോഴും കാരണമാവുന്നത്. ഇതാണ് പൈൽസും ഫിഷറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഫിഷർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതലായിട്ട് സ്ത്രീകളിലാണ് ഈ ഫിഷർ കാണപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ പ്രഗ്നൻസിയാണ്. അതായത് പ്രഗ്നൻസിന്റെ സമയത്ത് ബേബിയും കൂടി ഉള്ളതുകൊണ്ട് വെള്ളം കൂടി കുറയും. അതായത് പെട്ടെന്ന് വയറ് നിറഞ്ഞു തോന്നും, പിന്നെ വെള്ളം കൂടി വളരെ കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ. അതേപോലെ തന്നെ പ്രഗ്നൻസിന്റെ സമയത്ത് ഉണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷന്, പിന്നെ ഡെലിവറിന്റെ സമയത്ത് നമ്മൾ ബേബിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രഷർ പലപ്പോഴും ഈ ആനൽ റീജിയനിൽ ടിയർ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ഫിഷർ ഉണ്ടാവും. ഈ കണ്ടീഷൻസ് ഒക്കെ ആണ് സ്ത്രീകളിൽ മെയിനായിട്ടും ഫിഷർ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. പുരുഷന്മാരിൽ ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാരണം അവരുടെ ആഹാര രീതിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്. ആഹാര രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാതിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നത്. ഭക്ഷണ രീതി മാറ്റിയാൽ തന്നെ ഒരുവിധം ഫിഷറൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പം എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നാരുകൾ അടങ്ങിയ ഭക്ഷണം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമ്മൾ സാധാരണഗതിയിൽ ചോറും അല്ലെങ്കിൽ മീൻകറിയും കഴിക്കും. ഇതിൽ ചോറിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫൈബർ ഉണ്ടാവുള്ളൂ. അത് നമ്മളെ വൈറ്റ് റൈസ് ഒക്കെ ആണെങ്കിൽ പിന്നെ തീരെ ഫൈബർ ഭയങ്കര നെഗ്ലിജിബിൾ എമൗണ്ടിലുള്ളൂ എന്ന് പറയാം. പിന്നെ മീനിലാണെങ്കിലും ഫൈബർ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണില്ല, ഫൈബർ കിട്ടണില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പൊറാട്ടയും ബീഫും അല്ലേ. ഈ പൊറാട്ടയും ബീഫും കഴിക്കണ സമയത്ത് നമുക്ക് ഫൈബർ കിട്ടൂല. പക്ഷേ എന്ന് കരുതിയിട്ട് പൊറാട്ടയും ബീഫും കഴിക്കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പൊറാട്ടയും ബീഫും കഴിക്കുക, പക്ഷെ ഏത് രീതിയിൽ കഴിക്കണം, ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സ് വെക്കാം. നമുക്കറിയാം കുക്കുംബറോ ക്യാരറ്റോ അല്ലെങ്കിൽ ബ്രൊക്കോളി, സ്പിനാച്ച്, കസ്, അങ്ങനെ ലീവ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ നല്ല ഡെലിഷ്യസ് ആയിട്ട് സാലഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം. ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കഴിച്ചാലും മതി. ഓക്കെ, ഇത്തരത്തിൽ കഴിക്കുമ്പോൾ നമുക്ക് ഫൈബറും കിട്ടും, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ടാവില്ല. പിന്നെ ഈ കഴിക്കണത് എല്ലാ ദിവസവും പതിവാക്കണ്ട, ഇടക്ക് മാത്രം കഴിക്കുക എന്നാക്കുക. കാരണം മൈദ ഒക്കെ
ഫുൾ പ്രോസസ്ഡ് വീറ്റ് ആണല്ലോ, അതിൽ ഫൈബർ ഭയങ്കര കുറവായിരിക്കും, നമ്മുടെ ദഹനത്തിനൊക്കെ ബാധിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചോറിൻ്റെ കൂടെ ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ പച്ചക്കറികൾ, കറിയിലെ കഷ്ണങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾ ഇപ്പം ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും ഇപ്പം അത് എല്ലാവർക്കും ചിക്കൻ മതി അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് മാത്രം മതി എന്ന് പറയുന്നവരാണ്. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ വെജിറ്റബിൾസ് ഒക്കെ സാലഡ്സ് ആക്കിയിട്ടോ സൂപ്പാക്കിയിട്ടോ ഒക്കെ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാന പ്രശ്നമാണ് വെള്ളം കൂടി കുറഞ്ഞു പോകുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഉറപ്പ് വരുത്തണം. കാരണം നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനും അതുവഴി ഫിഷർ ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ നല്ല ഫൈബേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മൾ ടോയ്ലറ്റ് പോണ രീതിയാണ്, അതായത് ടോയ്ലറ്റിൽ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും നമുക്ക് ഈ ഫിഷർ, പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കൂടുതൽ സമയം നമ്മൾ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുക. പലപ്പോഴും നമ്മൾ ഫോൺ കൊണ്ടും ന്യൂസ് പേപ്പറൊക്കെ ആയിട്ട് ടോയ്ലറ്റ് പോകുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് തന്നെ അറിയില്ല എത്ര സമയം ടോയ്ലറ്റിൽ ചിലവഴിച്ചു എന്നുള്ളത്. കാരണം നമ്മൾ എത്ര സമയം ഇരുന്നിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് ഈ പൈൽസും ഫിഷറൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല, നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് സ്റ്റൂൾ പാസ് ചെയ്യരുത്. സ്റ്റൂൾ പാസ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ഫിഷർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഉറക്കം പ്രോപ്പറാക്കുക. കുറേ സമയം മൊബൈൽ സ്ക്രോൾ ചെയ്തിട്ട് ഉറങ്ങുമ്പോൾ ശരിയായ രീതിയിൽ ഉറക്കം കിട്ടൂല എന്ന് മാത്രമല്ല, വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ഉറങ്ങുന്നുണ്ടാവാം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുന്നുണ്ട് എന്നുള്ളതും, എത്ര മണിക്കൂർ, ഒരു 7-8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് സ്ട്രെസ്സ്. ഭയങ്കര ബിസി ലൈഫാണ് എല്ലാവർക്കും, ഭയങ്കര സ്ട്രെസ്സാണ്. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എക്സാമിൻ്റെ ടെൻഷൻ, ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജോലീൻ്റെ ടെൻഷൻ. ഇങ്ങനെ സ്ട്രെസ്സ് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോവാതെ കുറേ സമയം മലം പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥ, ഇതും ഫിഷർ ഉണ്ടാക്കാൻ കാരണമാവും. അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇനി ഇൻ കേസ് അവർക്ക് സ്റ്റൂൾ പാസ് ചെയ്യണമെന്ന് ഒരു തോന്നൽ വന്നാൽ പോലും പോവില്ല. എന്നിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടാവും നമ്മൾ പലപ്പോഴും ടോയ്ലറ്റ് പോകുന്നുണ്ടാവുക. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ വൈകിപ്പിക്കും തോറും നമ്മുടെ സ്റ്റൂള് ഡ്രൈ ആവും, ഇത് പാസ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. അങ്ങനെ നമുക്ക് ഭയങ്കര പ്രഷർ കൊടുക്കേണ്ട, ഒരു സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ വരും. ഇത് ഫിഷർ ഉണ്ടാക്കും. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. എപ്പോഴും നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഫുഡും സ്ലീപ്പും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കാരണങ്ങളും അതുപോലെ പ്രതിവിധികളും എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സിറ്റ്സ് ബാത്ത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്, അതായത് ഒരു ഇളം ചൂടുവെള്ളം, നമുക്ക് തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ അതിൽ ഇരിക്കുക. ഒരു 15-20 മിനിറ്റ് അതേപോലെ ഇരിക്കുക. ഇത് അവിടെയുള്ള ഇൻഫ്ലമേഷൻ കുറക്കാനും നീർക്കെട്ട് ഒഴിവാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഈവൻ സർജറി കഴിഞ്ഞാൽ പോലും ഡോക്ടേഴ്സ് പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു സിറ്റ്സ് ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമുക്ക് കണ്ടീഷൻ വേഴ്സ്റ്റ് ആവാതിരിക്കാനും വീണ്ടും ഒരു റിക്കറൻസ് ഒഴിവാക്കാനൊക്കെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു വേഴ്സ്റ്റ് കണ്ടീഷൻ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇതൊരു അക്യൂട്ട് സ്റ്റേജിലാണ് എന്നുള്ള കേസൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ തന്നെ ഫിഷറിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രധാനമായിട്ടും നമ്മൾ പൈൽസ് ആണോ ഫിഷർ ആണോ ഇനിയിപ്പോൾ ഉണ്ട് ഫിസ്റ്റുല ആണോ എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും, ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. യുനാനി വൈദ്യശാസ്ത്രം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും, നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ പൈൽസിൻ്റെ കേസ് ആണെങ്കിലും ഫിഷറിൻ്റെ കേസ് ആണെങ്കിലും ഒക്കെ. ഒരിക്കലും ഈ അസുഖം മറ്റുള്ളവരോട് പറയാൻ മടിച്ചിട്ട് വെച്ച് താമസിപ്പിക്കരുത്. ഇത് മറ്റു പല കണ്ടീഷനിലേക്കും നമ്മളെ എത്തിക്കും. അപ്പം അതിനെ ഇടവരുത്താതിരിക്കുക, എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.